ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയോടുള്ള ചില നിഷേധാത്മക സമീപനമൊക്കെ ചൈന മാറ്റുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് ചൈനയിലേക്കുള്ളതിൽ. നമുക്കറിയാം ഒരുപാട് ടാരിഫുകൾ അമേരിക്കയും ചൈനയൊക്കെ ഇന്ത്യൻ പ്രൊഡക്ട്സിന് മേൽ വെക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിക്കുകയാണ്. എന്താണ് ഇത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്? അതായത് സർക്കാർ ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ചിട്ട് ഈ വർഷം ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ ആ ഒരു പീരീഡിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഉള്ള കയറ്റുമതി 32.88% വർദ്ധിച്ചു. അതായത് ഏതാണ്ട് 33% വർദ്ധിച്ചു എന്ന് നമുക്ക് പറയാം. അത് കൃത്യമായ കണക്കുകൾ പറയുമ്പോൾ 12.2 ബില്യൺ US$ ഗുഡ്സാണ് ഇന്ത്യയിൽ നിന്നും ഈ കാലയളവിൽ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തത്. ഇത് ഏപ്രിൽ അതായത് 2025 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സ്ഥാനത്ത് വെറും 9.20 ബില്യൺ ആയിരുന്നു നമ്മുടെ കയറ്റുമതി. അതായത് ഏതാണ്ട് 3 ബില്യണോളം നമ്മളുടെ കയറ്റുമതി മൂല്യം വർദ്ധിച്ചു. അത് വളരെ ഒരു സ്വാഗതാർഹമായ നേട്ടമാണ്. കാരണം ഇന്ത്യ കുറേ നാളായിട്ട് ഇന്ത്യക്കുണ്ടായിരുന്ന ഒരു വലിയ പരാതിയാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ ശരിക്കും ചൈനയ്ക്ക് വളരെ അനുകൂലമായ നിലയിലാണ് ഇന്ത്യ ചൈന വ്യാപാരം. ഇത് പല രീതിയിൽ ചൈന ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികളെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ടാണ്. അമേരിക്കയുടെ നേരിട്ടുള്ള താരിഫ് അല്ല ചൈന ചെയ്യുന്നത്. ചൈന വളഞ്ഞ വഴിയിലൂടെ ഒരുപാട് രീതിയിൽ ഇന്ത്യൻ ഇറക്കുമതികളെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വളരെ വിജയകരമായിട്ട് തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ ഏതാണ്ട് 2004 മുമ്പ് യഥാർത്ഥത്തിൽ ഇന്ത്യ ചൈന വ്യാപാരത്തിൽ ഇന്ത്യക്കായിരുന്നു മേൽക്കൈ. പിന്നീടാണ് പെട്ടെന്ന് അവര് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഡംപ് ചെയ്യുക എന്നൊരു പരിപാടി തുടങ്ങി. ഇപ്പൊ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യ ചൈന വ്യാപാരത്തിൽ ഒരു 80 ബില്യൺ US$ മിച്ചമാണ്, മേൽക്കൈയാണ് ചൈനയ്ക്ക്. അത് വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ചൈന അതിൽ ഒരുപാട് തിരുത്തലുകൾ വരുത്താൻ തയ്യാറായി എന്നുള്ളത് വളരെ ആശാവഹമായിട്ടുള്ള ഒരു സംഭവ വികാസമാണ്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, താരിഫുകൾ ഈ 50% താരിഫൊക്കെ നിലവിൽ വന്നെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാലയളവിൽ, അതായത് ഏപ്രിൽ മുതൽ നവംബർ വരെ, ഇതില് സെപ്റ്റംബർ തൊട്ടാണ് താരിഫ് വന്നത്. എന്നിരുന്നാൽ പോലും ഇന്ത്യ അമേരിക്ക വ്യാപാരത്തിലെ ഒരു 20%-ലധികം വളർച്ച ഇന്ത്യയുടെ കയറ്റുമതിക്ക് ഉണ്ടായി എന്നുള്ളത് അതും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് അത് പ്രത്യേകിച്ച് ഈ നവംബറിൽ അത് വളരെ വ്യക്തമാണ്. നവംബറിൽ 5.7 ബില്യൺ ആയിരുന്നു 2024-ലെങ്കിൽ ഈ വർഷം 6.92 ബില്യനായിട്ട് അത് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില മാസങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം ഒക്ടോബറിൽ നമ്മുടെ കയറ്റുമതി താഴോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞതിൽ എനിക്കൊരു ചെറിയ പിശക് പറ്റിയിട്ടുണ്ട്. 21% വളർച്ച എന്ന് പറയുന്നത് ഈ നവംബറിലേതാണ്. എങ്കിലും മൊത്തത്തിൽ ഈ പറഞ്ഞ ഏപ്രിൽ തൊട്ട് നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വളർച്ച ഓവറോൾ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ 64.5 ബില്യൺ ആയിരുന്നത് 73.99 ബില്യനായിട്ട് മൊത്തത്തിലുള്ള നമ്മുടെ കയറ്റുമതിയും വർദ്ധിച്ചിട്ടുണ്ട് നവംബറിൽ. അപ്പം അമേരിക്കയിലേക്കും ചൈനയിലേക്കും അതുപോലെ മൊത്തത്തിലുള്ള കയറ്റുമതിയും ഒക്കെ ഇന്ത്യയുടെ ഈ കഴിഞ്ഞ മാസം നല്ല രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളത് ഇന്ത്യയുടെ വ്യവസായങ്ങൾക്ക് ഉള്ള ഒരു റെസിലിയൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് ഏതു പരിതസ്ഥിതിയെയും അതിജീവിക്കാനുള്ള ഒരു കരുത്ത്. ആ കരുത്താണ് ഇന്ത്യയുടെ വ്യവസായ മേഖല കാണിച്ചിരിക്കുന്നത്. ട്രംപിന്റെ താരിഫുകളൊന്നും തന്നെ നമ്മുടെ വ്യവസായ മേഖലയെ വലുതായിട്ട് ബാധിച്ചിട്ടില്ല, നമ്മുടെ കയറ്റുമതിയെ അത് വലുതായിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ
വ്യവസായ മേഖലയ്ക്ക് അമേരിക്ക അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതായത് നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തിൽ ഇന്ന് പല രാജ്യങ്ങൾക്കും ആവശ്യമുണ്ട്. നമ്മൾ എടുത്തു നോക്കിയാൽ മുഖ്യമായിട്ടും ഇന്ത്യയുടെ കയറ്റുമതി ഒന്ന് പെട്രോളിയം വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അതായത് ക്രൂഡ് ഓയിൽ വിദേശത്തു നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തിട്ട് അത് പെട്രോള്, ഡീസല്, ഏവിയേഷൻ ഫ്യൂവല് ഇങ്ങനെയൊക്കെയുള്ളതാക്കി പിന്നെ റിഫൈനറികളിലൂടെ ഡിസ്റ്റിൽ ചെയ്ത് നമ്മൾ മാറ്റിയെടുത്തിട്ട് അത് നമ്മൾ വീണ്ടും കയറ്റുമതി ചെയ്യും. നമ്മൾ തിരിച്ച് ഗൾഫിലേക്കും വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്, യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്, ഇതിന് US തന്നെ ഏവിയേഷൻ ഫ്യൂവൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്നു. പിന്നീട് നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ടത് എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഇപ്പോൾ സ്പെയർ പാർട്സ്, കാറ്, ഓട്ടോമൊബൈൽസിൻ്റെ, അതുപോലെ പല മേഖലകളിലേക്കുമുള്ള ഉൽപ്പന്നങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിൽ നമ്മൾ സ്വയം പര്യാപ്തതയിൽ എത്തിയെന്ന് മാത്രമല്ല, നമ്മളത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയും ചെയ്യുന്നു. അങ്ങനെ പിന്നെ അത് എഞ്ചിനീയറിംഗ് ഗുഡ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് മേഖല. ഇപ്പോൾ US ഓരോ 3 സ്മാർട്ട് ഫോണുകളിൽ ഒരെണ്ണം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് ഉൽപ്പാദിപ്പിച്ചാവും ഈ കഴിഞ്ഞ മാസങ്ങൾ. ആ രീതിയിലാണ് നമ്മുടെ കയറ്റുമതി വർദ്ധിച്ചത്. ആപ്പിളിൻ്റെ ഒക്കെ ഐഫോണുകളുടെ ഒക്കെ പിന്നെ ഒരു മുഖ്യ ഉൽപാദന കേന്ദ്രമാക്കി ചൈന കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉൽപാദന കേന്ദ്രമാക്കി ഇന്ത്യ മാറുകയാണ്. ഇപ്പോൾ നമ്മൾ സെമി കണ്ടക്ടർ മേഖലയിലേക്ക് നമ്മുടെ പിന്നെ നിക്ഷേപം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ആ സെമി കണ്ടക്ടർ ടാറ്റ പോലുള്ള ഒരു കമ്പനി ഈ മേഖലയിൽ 1,00,000 കോടിയോട് അടുപ്പിച്ചുള്ള നിക്ഷേപമാണ് ടാറ്റ ഫോക്സ്കോൺ ഇവിടെ ഗുജറാത്തിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാനിത് ഇതിൻ്റെ ഭാഗമല്ലെങ്കിലും നമ്മുടെ ടെലഗ്രാഫിൻ്റെ മുൻ എഡിറ്റർ ഒരു മാധ്യമത്തിൽ ഇങ്ങനെ വിമർശിക്കുന്ന കണ്ടു. അതായത് പിന്നെ ടാറ്റ സെമി കണ്ടക്ടർ മേഖലയിൽ പിന്നെ നിക്ഷേപിച്ചപ്പോൾ അവർക്ക് ഇത്ര ശതമാനം സബ്സിഡി കൊടുത്തു, അപ്പോൾ അത് നഷ്ടമാണെന്നൊക്കെ. യഥാർത്ഥത്തിൽ ടാറ്റയ്ക്ക് മാത്രമല്ല, സെമി കണ്ടക്ടർ മേഖലയിൽ നിക്ഷേപിക്കുന്ന ഏതൊരു കമ്പനിക്കും 50% സബ്സിഡിയുണ്ട്. അത് സർക്കാർ അങ്ങനെ സബ്സിഡി കൊടുത്താലേ സെമി കണ്ടക്ടർ പോലുള്ള മേഖലകളിൽ നിക്ഷേപിക്കാൻ ആൾ വരും. ഏറ്റവും വലിയ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള മൂലധന കേന്ദ്രീകൃതമായ വ്യവസായമാണ്. ആ മൂലധന കേന്ദ്രീകൃതമായ ഇത്തരം വ്യവസായങ്ങളിൽ വൻ നിക്ഷേപം നടത്തിയാൽ മാത്രവുമല്ല അതിന് നിക്ഷേപകന് റിട്ടേൺ ഉണ്ടാകുമെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ആൾക്കാർ നിക്ഷേപിക്കാൻ വരുള്ളൂ. ഇത് വെറും ലാഭമുണ്ടാക്കാൻ മാത്രമല്ല, രാജ്യത്തിൻ്റെ അടിസ്ഥാന മേഖലകൾ, കാരണം ഇപ്പോൾ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് അത് വിറ്റ് തന്നെ കാശുണ്ടാവുമെന്ന് മാത്രമല്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് മുഴുവൻ ഇലക്ട്രോണിക്സ് വ്യവസായം, ഓട്ടോമൊബൈൽ വ്യവസായം, അതുപോലെ നിരവധി വ്യവസായങ്ങൾ നിൽക്കുന്നത്. അപ്പം മൊത്തത്തിലുള്ള വ്യവസായ മേഖലയുടെ വളർച്ച വേണമെങ്കിൽ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ അതാണ് അതിൻ്റെയൊക്കെ ലക്ഷ്യം. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കാതെ വലിയ ആൾക്കാർ പോലും പെട്ടെന്ന് ഇതിനെതിരെയൊക്കെ പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പിന്നെന്താണ് ദുർവ്യാഖ്യാനം ചെയ്യുകയും ആയിരിക്കും. അത് ഞാൻ പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എന്തായാലും ഈ ഇന്ത്യ കാണിച്ചിരിക്കുന്നത് വലിയൊരു വഴക്കമാണ്, റെസിലിയൻസ് ആണ്. കാരണം അമേരിക്കയുടെ ഈ 50% നികുതി താരിഫുകൾ പോലും ഇന്ത്യയെ പിറകോട്ടടിച്ചില്ല എന്നുള്ളത്, നമ്മുടെ വളർച്ച 7% എന്നുള്ള നിലയിൽ GDP വളർച്ച വന്നതും നമ്മുടെ കയറ്റുമതി വർദ്ധിച്ചതും മാത്രവുമല്ല, ചെറിയ തോതിലാണെങ്കിലും ഇന്ത്യയുടെ ഇറക്കുമതി കുറഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നിശ്ചയമായിട്ടും ഇന്ത്യ പിന്നെ ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തെ ഇന്ത്യ മറികടക്കാൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് തന്നെ ഇന്ത്യ വൈവിധ്യമാർന്ന മേഖലകളിലേക്ക് കയറ്റുമതി ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ കയറ്റുമതിയുടെ പൂർണ്ണ രീതിയിൽ, അതായത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും നമ്മൾ അമേരിക്ക മാത്രമല്ല, അമേരിക്കയിൽ നിന്നും നമ്മുടെ എക്സ്പോർട്ട് കയറ്റുമതി ലക്ഷ്യങ്ങൾ വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് ഭാവിയിലും നമ്മുടെ വളർച്ച അകപ്പെടുമെന്നുള്ളൊരു സൂചനയാണ്. അമേരിക്കയുടെ മായിട്ടുള്ള വ്യാപാര തർക്കങ്ങളൊക്കെ തന്നെ ഏതാണ്ട് ഒത്തുതീർപ്പാവുന്ന ഒരു തരത്തോടുകൂടി ഒരു സമ്പൂർണ്ണ വ്യാപാര കരാർ അമേരിക്കയുമായിട്ട് ഒപ്പിടുമെന്നൊക്കെ പല കേന്ദ്രങ്ങളും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല. ട്രംപും മോഡിയും തമ്മിൽ പിന്നെ അതിനുശേഷം ഫോൺ സംഭാഷണം നടന്നു. ഇന്ത്യയിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങളും ഇപ്പോൾ അമേരിക്ക താരിഫിൻ്റെ പരിധിക്ക് പുറത്താണ്. എടുത്തു പറയേണ്ട കാര്യം, ചൈന നമ്മുടെ പിന്നെ ഫാർമസ്യൂട്ടിക്കൽ
അതായത് മരുന്നുകളുടെ മേലുള്ള നികുതി ചൈന പൂർണ്ണമായിട്ടും മാറ്റിയിരുന്നു. ഇത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് ചൈനയ്ക്കും പ്രയോജനപ്രദമാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിലൂടെ ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകളെ മറികടക്കാൻ ഇന്ത്യ സ്വന്തമായിട്ട് പല നടപടികളിലൂടെ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലെ ഏപ്രിൽ തൊട്ട് നവംബർ വരെയുള്ള മാസത്തിലെ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. സമയപരിമിതി പോലും ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്.